ഹെയർ ഗ്രോത്തിന് മാത്രമല്ല ഹെയർ നല്ല തിക്കാക്കാൻ വേണ്ടിയിട്ടും ഷൈനിങ് ആക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ വളരെ എഫക്റ്റീവ് ആണ്. എന്തായാലും ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഓൺലി ഗൗരി. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ഒക്കെ നന്നായി തന്നെ കണ്ടിന്യൂ ചെയ്ത് ഫോളോ ചെയ്ത് അതിന്റെ റിസൾട്ട് ഒക്കെ കിട്ടി തുടങ്ങി എന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീക്ക് 10 ആണ്. 10ാമത്തെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ആണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ചാലഞ്ചും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാലഞ്ചും കൂടെ ബാക്കിയുള്ളൂ, അതായത് 11th വീക്ക്. ആ 11th വീക്കും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഞാൻ 12 വീക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു നിർവാഹമില്ല. കാരണം മറ്റന്നാള് ഞാൻ പോവുകയാണ്. ഒരു ദിവസം ഒരു ഹെയർ പാക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ നല്ലോണം ഡാമേജ് ആവും. അത്രയ്ക്കൊന്നും നമ്മള് ഹെയറിലോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ദിവസം തന്നെ. ആക്ച്വലി വീക്ക്ലി 2 ആയിട്ടാണ് നമ്മൾ ഹെയർ പാക്ക് ഒക്കെ ഇട്ടാൽ മതി. പക്ഷെ എനിക്ക് ഷൂട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ഇടുന്നത് തന്നെ. അപ്പം ഒരു ദിവസം 2 എണ്ണം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ നാളെ അതായത് നാളെ ഞാൻ അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യും. അതോടെ വീക്ക് 11 ആവും. പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് അവിടെ വെച്ചിട്ട് അവസാനിക്കും കേട്ടോ. ആക്ച്വലി ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ഇത് മിക്കവാറും ഡ്രോപ്പ് ഔട്ട് ചെയ്യുമായിരിക്കും, വ്യൂസ് കുറയുന്നത് അല്ലെങ്കിൽ വ്യൂസ് ഇല്ലാത്തത് കൊണ്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്, എനിക്കാണെങ്കിൽ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അത് റെക്കോർഡ് ചെയ്ത് ഇടുന്നതായിരിക്കുമല്ലോ നല്ലത്, നിങ്ങൾക്ക് യൂസ്ഫുൾ എപ്പോഴെങ്കിലും ആയിക്കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിരുന്നത്. അത് മാത്രമല്ല എൻ്റെ ഒരു ഹോബിയും കൂടിയാണ് ഞാൻ ഇടുന്ന റെക്കോർഡ് ഞാൻ തന്നെ കാണാന്നുള്ളത് കേട്ടോ. യൂട്യൂബ് കയറിയിട്ട് ഞാൻ അങ്ങനെ കാണാറില്ല. ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഗാലറിയിൽ, അതിങ്ങനെ ഞാൻ റീവാച്ച് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഓരോ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇതാ ഞാൻ 10 ഇയർ മുന്നേ ഞാൻ ഇന്ന സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണല്ലോ. ഇപ്പൊ തന്നെ ഞാൻ മുന്നേ ഇട്ട ഷോർട്സ് ഒക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് മുന്നേ ഇട്ട ഷോർട്സ് ഒക്കെ. അപ്പം ഏകദേശം 1 ഇയർ ആയിട്ടില്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പം എന്താ പറയാ, അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഫസ്റ്റ് ഇട്ട വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ ആ ടൈമിൽ ഇട്ടതും ഈ ടൈമിൽ ഇടുന്നതും തമ്മിൽ അത്യാവശ്യം കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ ആലോചിക്കും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അപ്പൊ അതിനു കൂടിയാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അല്ലാണ്ട് വ്യൂസോ കാര്യങ്ങളോ ഇങ്ങനെ കിട്ടിയേ പറ്റുള്ളൂ എന്നൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ. കൂടെ എന്റെ അനിയത്തി പറഞ്ഞിട്ടേ ഉള്ളൂ, നീ രാവിലെ എഴുന്നേൽക്കുമ്പോഴും നിന്റെ ചെറിയ ചെറിയ മുടികളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെന്ന്. അത് സംഭവം നമ്മളെ ബേബി ഹെയർ ഒക്കെ നന്നായി ഗ്രോ ആവുന്നതാണ്. ഓൾറെഡി ഗ്രോ ചെയ്യാത്തടുത്തും നമ്മൾ നല്ലോണം മസാജും സംഭവങ്ങളൊക്കെ കൊടുക്കുമ്പോഴേ ആ ഹെയർ നമ്മൾ ഗ്രോ ആയിട്ട് വരുന്നതാണ്. അതാണ് ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുട്ടി കുട്ടി മുടികളൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഈവൻ ബസ് പോയപ്പോഴും ഈ ചെറിയ മുടികളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ ഹെയർ ഗ്രോ ആവുന്നുണ്ട്, ഇത് റിസൾട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു സൂചനയാണ് കേട്ടോ. ഞാനിത് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അടുപ്പിച്ചിട്ടാണ് ഞാൻ ഈ ഹെയർ പാക്ക് വീഡിയോസും ഹെയർ ഗ്രോത്തിന്റെ ആ സംഭവങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ടൈം കൊണ്ട് തന്നെ എനിക്ക് ഇത്ര റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ 3 months ഒക്കെ എടുത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട വെച്ചിട്ട് ഒരു ഹെയർ പാക്ക് ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടിട്ട് വരും. ഫസ്റ്റ് തന്നെ ഒരു മുട്ട ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് നമ്മളുടെ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മൾ ഇതിനകത്ത് പൊട്ടിച്ചിടുന്നുണ്ട്. എല്ലാവരും എങ്ങനെയാണ് എഗ്ഗിൻ കൊണ്ട് നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഹെയർ സ്ട്രെങ്ത് ആവും, നല്ല തിക്നെസ് തോന്നിക്കും. അതേപോലെയല്ല നല്ല നമ്മൾ വരുന്ന മുടി ഉണ്ടല്ലോ, ജീവനില്ലാത്ത മുടിയാണെങ്കിൽ കാര്യമില്ല. അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ഹെയർ ആണെങ്കിൽ അത് വരുന്നത് കാര്യമുള്ളൂ. അല്ലാതെ ഇങ്ങനെ വരുന്തോറും കൊഴിഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു ബലവും ഇല്ലാത്തൊരു മുടിയാണ് വരുന്നെങ്കിൽ ഹെയർ ഗ്രോ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ അതൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും അതേപോലെ അതിനൊരു പ്രോട്ടീൻ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എഗ് ട്രീറ്റ്മെന്റ് ഇടയ്ക്ക് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ എഗ്ഗ് യൂസ് ചെയ്യും. പിന്നെ കുറച്ച് പാക്ക് കഴിഞ്ഞാൽ പിന്നെ എഗ്ഗ് കൊണ്ടുള്ള അടുത്ത പാക്ക് വരും. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ഇടയ്ക്ക് വെച്ചിട്ട് ഇതിന്റെ ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ഈവൻ എൻ്റെ കസിൻ സിസ്റ്ററിന്റെ ആയാൽ പോലും അവരുടെ ഡോക്ടറിനെ കാണിച്ച ടൈമിൽ, ഈ മുടീന്റെ സംബന്ധമായിട്ടുള്ള ഡോക്ടറെ കാണിച്ച ടൈമിൽ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്, എഗ്ഗ് എടുത്തിട്ട് നമ്മൾ
തലയിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഡോക്ടേഴ്സ് പോലും പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പൊ എന്തായാലും നമുക്ക് ഹെയർ പാക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഞാൻ എന്തായാലും ഹെയർ ഓയിൽ ഇപ്പൊ യൂസ് ചെയ്തിട്ടില്ല, ഹെയർ ഓയിൽ ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ ഓയിൽ ഇട്ടതിന്റെ ശേഷം ഇത് അപ്ലൈ ചെയ്യാം. നിങ്ങളെ ഡ്രൈ ഹെയർ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹെയർ ഓയിൽ ഇട്ടിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ തൽക്കാലം എൻ്റെ മുടിക്ക് ഇന്നലെ ഞാൻ കുളിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഓയിൽ ഉള്ളത് കൊണ്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് പിന്നെ ഓയിൽ ആഡ് ചെയ്യുന്നില്ല തലയിൽ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം ഡയറക്റ്റ് ആയിട്ട് ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് തീരെ ഓയിൽ കണ്ടന്റ് ഒന്നും നിങ്ങളെ മുടിക്കില്ല, ഓൾറെഡി ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് മാത്രം, ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മാത്രം ഈ ഹെയർ പാക്ക് ഇടുക. കാരണം അല്ലെങ്കിൽ നിങ്ങളെ മുടി കൂടുതൽ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. പറയുന്ന പോലെ മാർജിൻ എടുത്തതിന് ശേഷം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക, അതിന്റെ ശേഷം ബാക്കിയുള്ളത് നമ്മളുടെ ഹെയർ സ്ട്രാൻഡ്സിൽ അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ മുടിയൊക്കെ ആണെങ്കിൽ 2 മുട്ട വരെ യൂസ് ചെയ്യാം. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. എനിക്ക് അത്രയ്ക്ക് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര ക്വാണ്ടിറ്റി മാത്രം എടുക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. എന്നാലാണ് ഇത് നല്ലോണം മിക്സ് ആയി കിട്ടുക കേട്ടോ. അല്ലാണ്ട് വെറുതെ സ്പൂൺ വെച്ച് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് അങ്ങ് ബ്ലെൻഡ് ആയിട്ടൊന്നും കിട്ടില്ല. അതെല്ലാ കാര്യവും ഞാൻ അങ്ങനെ തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. ജ്യൂസ് പോലെ ആക്കണമെങ്കിൽ ഞാൻ അങ്ങനെ സ്പൂൺ വെച്ചിട്ട് മാത്രമായിട്ട് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ മിക്സിയിൽ ഇട്ടിട്ടാണ് എല്ലാ പാക്കും ഉണ്ടാക്കാറ്. പിന്നെ ഈ ഹെർബൽ പാക്ക് അങ്ങനത്തെ പാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഈ പൊടി വെച്ചിട്ടുള്ളത്, അങ്ങനത്തെ പാക്ക് മാത്രമാണ് ഞാൻ അല്ലാതെ തന്നെ മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ഹെയർ സ്ട്രാൻഡ്സിലും അല്ലാതെ സ്കാൽപ്പിലൊക്കെ നല്ലോണം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് ഇനിയിപ്പോൾ ഒരു 20-25 മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇത് നമുക്ക് തൊടുമ്പം തന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും നല്ലോണം ഡ്രൈ ആയിട്ടുള്ളത് പുറത്ത്. അപ്പോൾ ആ ടൈം നമ്മൾ കഴുകി കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഒരു 20-25 മിനിറ്റ് വരെ നല്ലോണം വെക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ, അതിൻ്റെ എന്താ പറയുക തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 20-25-30 മിനിറ്റ് വരെയൊക്കെ ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് നല്ലൊരു കൂൾ വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ ഇതിൻ്റെ സ്മെല്ല് പോകാനായിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് എസെൻഷ്യൽ ഓയിൽ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അകത്തല്ല എങ്കിൽ കുറച്ച് 2-3 തുള്ളി ഷാമ്പൂ ഇട്ടിട്ട് ജസ്റ്റ് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട്, ഇങ്ങനെ പതിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല, അപ്പാടെ തന്നെ നമ്മൾ എന്താ പറയുക തലയിൽ കൂടെ ഒഴിച്ചാൽ മതി. കുളിച്ചൊക്കെ നല്ലോണം വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഈ പാക്ക് വാഷ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. മുട്ടേൻ്റെ പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സ്മെല്ല് എന്തായാലും ഉണ്ടാവും. എസ്പെഷ്യലി ആ എഗ്ഗിൻ്റെ യെല്ലോ പാർട്ട് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, ആ യെല്ലോ പാർട്ടിലാണ് ന്യൂട്രിയൻസും എല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് പ്രോട്ടീനൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അതും കൂടെ യൂസ് ചെയ്യുന്നത്. വെള്ളയെ മാത്രം യൂസ് ചെയ്തിട്ട് വലിയ കാര്യമില്ല. ഈ സ്ട്രെങ്ത് ചെയ്യാനും ഷൈൻ ചെയ്യാനും ഈ പാക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ നല്ലോണം ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റും ചെയ്യും. ഞാൻ മുന്നേ തന്നെയുള്ള പാക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എഗ്ഗ് യൂസ് ചെയ്യുന്ന പാക്കിലേക്ക് സെയിം കാര്യം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. നല്ല മുടി സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം ഈ പുറത്ത് പോകുമ്പോഴേ നമ്മൾ മുടി സ്മെല്ല് ചെയ്യുന്നുള്ളതാണ്. അതിനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഷാമ്പൂ യൂസ് ചെയ്താൽ മതി, കുറച്ച് ഡ്രോപ്പായിട്ട് യൂസ് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് പോകും. ഇനിയിപ്പോൾ വീട്ടിൽ നിങ്ങൾ എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഷാമ്പൂ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി നമ്മുടെ ഹെയറിൽ ഷാമ്പൂയിങ് എഫക്റ്റ് ആണ് എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലൈറ്റിൽ ഒരു വ്യത്യാസം. കാരണം ഞാൻ മറ്റന്നാൾ ആക്ച്വലി ബാംഗ്ലൂർക്ക് പോവാണ്, അവിടുന്ന് ഞാൻ ദുബായിലേക്ക് പോവാണ്. അതുകൊണ്ട് ആണ് കേട്ടോ ഇത്ര ഹറി ആയിട്ട് എടുക്കുന്നത് തന്നെ. ഇപ്പോഴാണ് വിസയൊക്കെ വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇന്നാണ് കൺഫേം ആയത്, അല്ലെങ്കിൽ കൺഫേം ആവാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് കൺഫേം ആയതുകൊണ്ട് പറയാണ്, ഞങ്ങൾ മറ്റന്നാൾ ബാംഗ്ലൂർക്ക് പോകും. അത് കഴിഞ്ഞ് 4-ാം തീയതി പുലർച്ചെ ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റാണ് ഷാർജയിലേക്ക്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ എടുക്കുന്നത്. ഇന്ന് ഞങ്ങളിപ്പോൾ പോയി വന്നതേ ഉള്ളൂ. വീഡിയോയിൽ ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുക്കുന്നത് രാത്രിയാണ്. അപ്പോൾ രാത്രി എടുക്കുന്നത് കൊണ്ട് തന്നെ പുറത്ത് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ലൈറ്റിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നും. മുഖത്തിലൊക്കെ കുറച്ചൊരു ഡാർക്ക്നെസ് അടിക്കും. കാരണം ഫ്രണ്ടിലാണെങ്കിൽ ലൈറ്റ് ഇല്ലാത്ത അങ്ങനെ ലൈറ്റ് ഇല്ലാത്ത റൂമാണ്. ബാക്കിയുള്ള റൂംസിലാണെങ്കിൽ എല്ലാം അലങ്കോലാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഫാൻ ഇട്ട്, ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ഫാൻ ഇട്ടേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാകുമ്പോൾ നോയ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ റൂമിൽ മാത്രമേ AC ഉള്ളൂ. അപ്പോൾ AC ഇട്ടാൽ അത്ര വോയിസ് അടിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ റൂമിൽ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ നോർമലി നാച്ചുറൽ ലൈറ്റ് അല്ലാണ്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ് റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ലൈറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. നമുക്ക് അടുത്ത വീക്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും നമ്മൾ ലാസ്റ്റ് വീഡിയോ. നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ മുടീൻ്റെ ലെങ്ത് ഒക്കെ എടുത്ത് നോക്കും, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും
ഈ ഹെയർ പാക്ക് ഒക്കെ ചെയ്ത് എഫക്റ്റീവ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ